ശബരിമലയിൽ നിന്നും കൊള്ളയടിച്ച സ്വർണം കണ്ടെത്തിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പങ്കജ് ഭണ്ഡാരിക്കും ഗോവർദ്ധനും സ്വർണ്ണക്കൊള്ളയിൽ പങ്ക്. ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനിൽ നിന്ന് 470 ഗ്രാം സ്വർണമാണ് കണ്ടെടുത്തത്. കുറ്റം മറയ്ക്കുന്നതിലും ഇരുവർക്കും പങ്കുണ്ടെന്നും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. ഷഫീദ് റാവുത്തർ ചെയ്യുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഇത് നമ്മൾ നേരത്തെ കേട്ട വാർത്തയാണ്. ഈ അവിടെ റദ്ദം ജ്വല്ലറിയിൽ ഈ സ്വർണം ഇത് ശബരിമല അയ്യപ്പന്റെ സ്വർണമാണോ എന്നൊക്കെ അറിയാതെയാണോ അതോ അറിഞ്ഞുകൊണ്ടാണോ അതോ ആ സ്വർണം തന്നെയാണോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ടെങ്കിലും നേരത്തെ കേട്ട വാർത്തയാണ്. ആ വാർത്ത സ്ഥിരീകരിക്കപ്പെട്ട് റിമാൻഡ് റിപ്പോർട്ടിൽ വരുന്നു, അല്ലേ ഷഫീദ്? കശ്മീർ ഉറപ്പായിട്ടും. കാരണം അങ്ങനെ SITയുടെ വിവരം മാത്രമാണ് നമുക്ക് മുൻപിൽ ഇതുവരെ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതല്ല, കോടതിയിൽ കൊടുത്ത റിമാൻഡ് റിപ്പോർട്ടിൽ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം രണ്ടുപേർക്ക് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിട്ടുള്ള സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി, അതേപോലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായിട്ടുള്ള ഗോവർദ്ധൻ, ഈ രണ്ടുപേർക്കും സ്വർണ്ണക്കൊള്ളയിലും ഈ സ്വർണ്ണക്കൊള്ള മറയ്ക്കുന്നതിലും പങ്കുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. അത് തെളിവുകളടക്കമുള്ള കാര്യങ്ങൾ അത് വ്യക്തമാക്കാൻ കിട്ടിയെന്നുള്ള കാര്യം കൂടി SIT കോടതിയെ അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഇക്കാര്യത്തിൽ ചില രേഖകളുടെ കൈമാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ സംശയാസ്പദമായ നീക്കങ്ങൾ നടന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ SIT റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. മറ്റൊന്ന്, ഈ സ്വർണം കണ്ടെത്തി എന്നുള്ള അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുന്ന കാര്യമാണ്. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഈ ബെല്ലാരിയിലെ റദ്ദം ജ്വല്ലറിയിൽ നടത്തിയ പരിശോധനയിൽ 470 ഗ്രാം സ്വർണം അത് കണ്ടെടുത്തിരുന്നു. അത് ഗോവർദ്ധനിൽ നിന്ന് കണ്ടെടുത്തത് മാത്രമാണ് 470 ഗ്രാം സ്വർണം. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും സ്വർണം കണ്ടെത്തി എന്നുള്ള കാര്യം കൂടി അന്വേഷണ സംഘം ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ തെളിവെടുപ്പ് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം കോടതിയെ അറിയിച്ച് പങ്കജ് ഭണ്ഡാരിയെയും അതേപോലെ ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങളിലേക്ക് നടത്താനും കൂടുതൽ ചോദ്യം ചെയ്യൽ നടത്താനുമാണ് നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി ഇരുവരുടെയും പങ്ക് വ്യക്തമാക്കുന്ന മൊഴി നൽകിയെന്നുള്ള കാര്യം കൂടി റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഹഷ്മി, ഷഫീദ്, ആ കേസിന്റെ ഒരു പ്ലോട്ട് അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അത് എത്ര പേർ അങ്ങനെ പൂർണ്ണമായി പ്ലോട്ട് അത് തന്നെയാണെന്ന് വിശ്വസിക്കുന്നതെന്ന് അറിയില്ല. അതായത് സ്വർണം എടുക്കുന്നു, ഈ പറയുന്ന ഗോവർദ്ധന് കൊടുക്കുന്നു, ഗോവർദ്ധൻ അതിന്റെ പണം കൊടുക്കുന്നു, ആ തൊണ്ടി മുതൽ കണ്ടെടുക്കുന്നു. അത്രേ ഉള്ളൂ, അതിനപ്പുറം ഇല്ല എന്ന ഒരു പ്ലോട്ടുണ്ട്. അപ്പൊ അതിലേക്കാണോ ഈ റിമാൻഡ് റിപ്പോർട്ട് നയിക്കുന്നത്? അങ്ങനെ പൂർണ്ണാർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിൽ നിർണായകമാവുക ശബരിമലയിൽ എടുത്ത സാമ്പിളുകളുടെ പരിശോധനാ ഫലമാണ്. അത് പൂർണ്ണാർത്ഥത്തിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചതായി ഇതുവരെ നമുക്ക് വിവരവുമില്ല. മാത്രവുമല്ല, ഏതെങ്കിലും തരത്തിൽ ഗോവർദ്ധൻ ശബരിമലയിൽ നിന്നുള്ള സ്വർണമാണ് എന്നറിയാതെയാണ് ഇക്കാര്യങ്ങൾ വാങ്ങിയത് എന്നുള്ള ഒരു വിലയിരുത്തലും അന്വേഷണ സംഘത്തിനില്ല. മറിച്ച് അത് വ്യക്തമാക്കുന്നത് ഗോവർദ്ധൻ അടക്കം ഇക്കാര്യത്തിൽ കൃത്യമായിട്ടുള്ള പങ്കുണ്ട് എന്ന് വ്യക്തമാക്കുന്ന റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ കോടതിയിൽ കഴിഞ്ഞ ദിവസം അന്വേഷണ സംഘം കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഇനി പല ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടാണ്. അതിൽ ഏറ്റവും പ്രധാനം സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് ഉരുക്കിയെന്ന് പറയപ്പെടുന്ന ശബരിമലയിലെ സ്വർണ്ണപ്പാളിയിലെ യഥാർത്ഥ പാളി എവിടെയെന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തേത്, കേവലം ഇത്ര സ്വർണ്ണം മാത്രമാണോ കിട്ടിയിരുന്നത്, അത് മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ, ഒറിജിനൽ സ്വർണ്ണപ്പാളി എവിടെയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നുണ്ട്. അതായത് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്ത് അടുത്ത ലിങ്കിലേക്ക് കേസ് കണക്ട് ചെയ്യാനുള്ള നീക്കത്തിലാണ് SIT. ഹഷ്മി.